എന്താടാ? എനിക്ക് അമ്മാനെ കൊണ്ട് ഒരു കാര്യം നേടിയെടുക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നെ കൊണ്ടാ? ആ നിനക്കാ? ആ അത് അമ്മ വിചാരിച്ചാലേ നടക്കൂ. എന്തേ? അമ്മ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ആ ഓർമ്മ ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത്. അതുകൊണ്ടാണ് അമ്മാന്റെ അടുത്ത് തന്നെ വന്നേ. എന്നാ പറ, എന്താ? ക്ലീറ്റോ മച്ചമ്പിയെ DDTയുടെ ഒരു പഴയ മുതിർന്ന നേതാവുണ്ട്, വിതുര മഹാദേവൻ സാർ. വിതുര മഹാദേവൻ സാർ, ഇങ്ങനെ ആൾക്ക് പേരുണ്ടോ? സാറിപ്പോഴേ വയ്യാതെ അങ്ങ് അച്ചൻകോവിൽ അദ്ദേഹത്തിന്റെ തറവാട് അവിടെ കിടക്കുക. അപ്പൊ ഇവിടുത്തെ മണ്ഡലം ടീമുകളെല്ലാവരും അവരെ കാണാൻ ഒരു ഇന്നോവയ്ക്കകത്ത് പോകുന്നുണ്ട് അച്ചൻകോവിൽ. അപ്പം ഞാനിവിടെ പോട്ടെ എന്ന് പറഞ്ഞപ്പം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അവർ തിരിച്ചു വരുമ്പോൾ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അച്ചൻകോവിൽ. അവിടെയൊക്കെ കയറി ഫോറസ്റ്റിനകത്തൊക്കെ കയറി എങ്ങനെ കണ്ടുവരുമെന്ന് നടരാജൻ പറഞ്ഞു. അച്ചമ്മ എന്നെ കൂട്ടുന്നില്ല. ഞാനൊരു പ്രവർത്തനമല്ല, എനിക്ക് അങ്ങനെ സുഖം അറിയേണ്ട കാര്യമില്ല. ഇന്നോവയില് സ്ഥലമൊക്കെ ഉണ്ടാ? സ്ഥലമുണ്ട്, അവർ 4 പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നെ കൂട്ടാതെ പോലും ശരിയല്ലോ. അവൻ മറ്റേ ഞാൻ ചോദിക്കാം. അല്ല, മച്ചമ്പിയെ കൊണ്ട് അനുസരിപ്പിക്കണം മാമൻ. ഞാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കേ? കേക്കൂ. പിന്നെ അത് നീ പഠിക്കണ്ട അല്ലേ? വണ്ടിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ ഒരാള്. ഞാൻ പറയാ, പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എടാ പറഞ്ഞ അനുസരിക്കും. ഇതുമാതിരി എത്ര കേസുകളിൽ ഞാൻ ഇടപെട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടറിയോ? നമ്മുടെ മറ്റേ ബേക്കറി ജംഗ്ഷനിൽ ബേക്കറി സുധാകരൻ അറിയില്ലേ? അവന്റെ കടയുടെ നേരെ ബാക്കിൽ ഒരു 25 സെന്റ് സ്ഥലം കിടക്കണ്ടായിരുന്നു. 2 മക്കളുള്ള ശേഖരന്റെ ആയിരുന്നത്. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ 2 മക്കളും കൂടിയിട്ട് തർക്കം. വീട് എനിക്ക് വേണമെന്ന്. നിയമപ്രകാരം വീട് വേണ്ടത് അനിയനാണ്, പക്ഷെ വീട് വെക്കാൻ പൈസ ചെലവാക്കിയത് ഏട്ടനാണ്. അപ്പൊ 2 പേരും വിട്ടുകൊടുക്കണില്ല. വീടാണെങ്കിൽ ഭാഗം വെക്കും വേണം. എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ അമ്മ, ഈ കുട്ടികളുടെ അമ്മ കരഞ്ഞിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ആ സ്ത്രീനോട് പറഞ്ഞു, ഇതാ വരുന്നു എന്നല്ല പറഞ്ഞു, എപ്പോഴാ വരികയെന്ന് അറിയില്ല എന്നാ പറഞ്ഞു. ഞാൻ ഉച്ചടമ്പ് വന്നു, ഊണൊക്കെ കഴിഞ്ഞ്. ഇത് നാളെ ഒരു യാത്രയുണ്ട്. അപ്പൊ വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പോകാമല്ലോ തമിഴ്നാട് സൈഡിലോട്ട്. നമ്മുടെ ഒരു നേതാവുണ്ട്, അയാളെ അച്ചൻകോവിലാണ് അയാളെ തറവാട്. അപ്പൊ സുഖലാണ്ട് അവിടെ കിടക്കുക. അപ്പൊ ഒന്ന് പോയി കണ്ട് അയാൾ ഒന്ന് വിശേഷമൊക്കെ തിരക്കിട്ട് വരാം എന്നുള്ളൊരിത്. അച്ചൻകോവിലേക്ക് ടൂർ പോവാണ്. ടൂറല്ല, അത് അയാളെ വീട് അച്ചൻകോവിലല്ലേ. പിന്നെ തിരിച്ച് വരണ വഴിയിൽ ആ വനത്തിലൂടെയൊക്കെ കയറി ഒരു യാത്ര രസമല്ലേ. എന്തായാലും പോണ വഴിക്ക് ഇവനെയും കൊണ്ടേക്കോ, അവനൊക്കെ ഒന്ന് കണ്ടോട്ടെ കേട്ടോ. അവനെയും കൊണ്ടേക്കോ. എന്തായിരുന്നു അമ്മാവന് വേറെ പണിയൊന്നുമില്ലേ? അവനെയൊക്കെ അവിടെ കൊണ്ടുപോയി മനുഷ്യൻ എവിടെയും സ്വസ്ഥമായിട്ട് പോകണടുത്ത് തന്നെ എല്ലാവരും വാരി കെട്ടിക്കൊണ്ട് പോകാൻ പറ്റും. അമ്മാവ അപ്പോൾ അവിടെ ചെന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അമ്മാവ അവിടെ ചെന്നു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവർ എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം എന്തായി? ഇനിയിപ്പോൾ അതിവിടെ പറയണതിന് വലിയ പ്രസക്തി ഒന്നുമില്ല. അമ്മ ഇവിടെ എല്ലാവരും വരച്ചവരെ നിർത്തുന്നില്ലേ? അമ്മ അത് പോയി ചോദിച്ചു. ഞാൻ അമ്മ ഉത്തര മീച്ചൊക്കെ പിരിച്ച് കാണിച്ചിട്ട് ആയിസായിട്ടിരിക്കുന്നേ. അല്ല അത് ശരി, അവൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ പറഞ്ഞ അവൻ കേൾക്കണ്ടേ? അമ്മ അവിടെ നിന്ന് യോൻ ചുമ്മാ ഓരോന്ന് പറയും. എന്തിനാണ് ആവശ്യമില്ലാത്ത തരത്തിൽ ഇവിടെ നിന്ന് ചുമ്മാ അമ്മ പോണത്? എന്താടാ എന്നാലും ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കേണ്ടേ? ഫോണേ